യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്റ്റേക്കേഷൻ വന്നേക്കാണ് ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി. അപ്പോൾ ഞങ്ങളിവിടെ പൊന്മുടിയിലുള്ള റിവർ സൈഡ് ഹിഡൻ വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ദിവസത്തെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി ഞങ്ങൾ വരുന്നതും വന്ന് ആ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോൾ രാവിലെ ഒരു 10 മണിയായപ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കാണ്. അപ്പോൾ അതിനിടയിൽ ആദ്യമോൻ പോയിട്ട് അഞ്ജുവിനെ വിളിച്ചിട്ട് വന്നു. അങ്ങനെ അഞ്ജു ആദ്യമോനോടും അമ്മയോടും പാലിച്ചോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ നമ്മളെടുത്തേക്കുന്ന ഈ റിസോർട്ടിൽ വേറെ ഫുഡ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ ഓണായിട്ട് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. കുറച്ച് സ്നാക്സും കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം മേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇതേ വീട്ടിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ചറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള എല്ലാവരും ക്യാമറ ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ്, സോച്ചേട്ടൻ ഒഴിച്ച്. അപ്പോൾ ഇവരെയൊക്കെ പിടിച്ച് നിർത്തി ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു എനിക്ക്. ഒരാൾ അങ്ങോട്ട് ഓടുന്നു, ഒരാൾ ഇങ്ങോട്ട് ഓടുന്നു, ഒരു ബഹളമായിരുന്നു അവിടെ. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രിപ്പും യാത്രയൊക്കെ. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു അമ്പാടി ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളതൊക്കെ മെനുവിൽ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. മീൻ, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, കുറേ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ റിസോർട്ടിൽ പോയിട്ട് ബാഗും ലഗേജൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം. നമുക്ക് 1 മണിക്കാണ് ചെക്ക് ഇൻ സമയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ഇവരോടൊക്കെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഫുഡ് എന്ന് ചോദിക്കാം കേട്ടോ. എങ്ങനെയുണ്ട് സാച്ചേട്ടാ? കൊള്ളാവോ? അടിപൊളിയാ? അനുബേട്ട എങ്ങനുണ്ട്? എങ്ങനുണ്ട്? ഭയങ്കര ടേസ്റ്റാ? 5 കഴിച്ചില്ലേ? കഴിച്ചിട്ട് പറ. അത് ഇത്ര വലിയ കുരിശാണ്. ജിബിൻ ചേട്ടാ കഴിക്ക്. അൻചേട്ടാ എങ്ങനുണ്ട്? എന്നാലും പെയ്ഡ് ആക്ടർ. ഇനി ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. ഞാൻ സാധാരണ ബിരിയാണി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനമാണ് ഓർഡർ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ മീൻകറി അല്ലെങ്കിൽ അങ്ങനെ ഉള്ള അവരുടെ നാടൻ ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങനെയുണ്ട് പാറു? നല്ല ഫുഡ്. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സോച്ചേട്ടനും അനൂപേട്ടനൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയേക്കുക. അപ്പോൾ ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പറയായിരുന്നു ഓണത്തിന് ഒരുപാട് പായസമൊക്കെ കഴിച്ചു, സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ അതിൻ്റെ കഥകളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയൊക്കെ പോയി എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിമ്മൊക്കെ കട്ട് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. ഇനി ജിമ്മിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി.
അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് തന്നെ പോവാണ്. നമുക്ക് ചെക്ക് ഇൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ സോചേട്ടനും അനുബേട്ടനും എല്ലാവരും വന്നിട്ടുണ്ട്. അനുചേട്ടനാണ് നമുക്ക് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ചെക്ക് ഇൻ ചെയ്യുവാണ്. നമ്മളിതാ നമ്മുടെ റിവർ സൈഡ് ഹിഡൻ വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല റിസോർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് അകത്തേക്ക് പോകും. ഇതാണ് നമ്മുടെ റിസോർട്ട്. നമുക്ക് ഇവിടുന്ന് അകത്തേക്ക് കയറാം കേട്ടോ. അറ്റ് എ ടൈം ഒരു ഫാമിലിക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത്. അപ്പോൾ ഇതിന് അവർ പേര് കൊടുത്തിരിക്കുന്നത് ഇള എന്നാണ്. ഇതിൻ്റെ ഒരു ഫുൾ നെയിം ആയിട്ട് വരുന്നത് റിവർ സൈഡ് ഹിഡൻ വേ എന്നാണ്. അതുപോലെ തന്നെ ഹിഡൻ ആയിട്ടിരിക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇളയിലേക്ക് നമ്മൾ കയറുവാണ്. അപ്പോൾ കയറുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്, സോഫയൊക്കെ ഇട്ടിട്ട്. നമുക്ക് അറ്റ് എ ടൈം ഒരു ഫാമിലി മാത്രമേ ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. രാത്രി നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്ത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ട് വന്നാലും നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് കുക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പാത്രങ്ങളായാലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അല്ലാതെ മസാല അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ തന്നെ വാങ്ങിയിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കുക്ക് ചെയ്യാം. ടേബിൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടൊരു ബെഡ്, 2 പേർക്ക് 3 പേർക്കാണ് ഈ സുഖമായിട്ട് കിടക്കാം. പിന്നെ ഇവിടെ ഒരു ബാത്റൂമാണ്. നമുക്ക് മേളിലോട്ട് പോകാം. ഇവിടെ സ്റ്റെപ്പ് ഇങ്ങനെ കേട്ടോ. സ്റ്റെപ്പൊക്കെ അടിപൊളിയാണെങ്കിലും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിന് പുറത്ത് ഇതാണ് നമ്മുടെ മേളിലത്തെ ഒരു ബെഡ് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അവിടുത്തെ ഒരു എന്താ പറയുക, പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ. സൂപ്പർ, നല്ല രസമുണ്ട്. ഒരു ഇവിടെ സത്യം പറഞ്ഞാൽ AC ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ AC-യുടെ ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ നമുക്ക് ഇതിനകത്ത് വേറെ പൂളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ലേക്കിൽ ഇറങ്ങി കളിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കിച്ചൺ സ്പേസ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു ബെഡ് സ്പേസ് വരുന്നുണ്ട്. മേളിൽ അതുപോലെ തന്നെ ബെഡ് സ്പേസ് നമുക്ക് ഇരിക്കാനുള്ള സ്പോട്ടും ഉണ്ട്. പിന്നെ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഈ ഒരു ഇറങ്ങാനുള്ള സ്ഥലം, നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഇറങ്ങാനുള്ള സ്ഥലം ഒന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ മേളിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ റിവറിലേക്ക് ഇറങ്ങാനായിട്ട്. എൻ്റെ പുറകിൽ നമ്മുടെ മീൻമുട്ടി കല്ലാറിലെ വെള്ളമാണ് ഒഴുകി വരുന്നത്. ഞാൻ നിൽക്കുന്ന സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ തന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ അപ്പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റും. അത് അവിടെ പിന്നെ അല്ലാതുള്ള ആൾക്കാരൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നത് കുറച്ച് ടാസ്ക് ആണ്. കാരണം ഇവിടെ വരെ സ്റ്റെപ്പുണ്ട്, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പില്ല. ഫുൾ കല്ലിൻ്റെതാണ് ഞാൻ കാണിച്ചത്. കണ്ടോ, ഇതിൽ ചവിട്ടി 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 വേണം നമുക്ക് ഇവിടെ ഇറങ്ങാനായിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്നിട്ട് പതുക്കെ പതുക്കെ പിടിച്ച് വന്നിട്ട് വേണം നോക്കാം ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റുമോയെന്ന്. പിന്നെ നമുക്കിപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ്. മഴയൊന്നും വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ് നമുക്ക്. അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മളിനി നമ്മുടെ ലേക്കിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങുവാണ്. ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ. വലിയ അടിയൊഴുക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ഒഴുക്കുണ്ട്. അവിടെ നിന്ന് വരുന്ന ആ ഒരു സ്ലോപ്പിലുള്ള ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു സ്പോട്ട്, ആ സ്പോട്ട് നല്ല താഴ്ചയുണ്ട് കേട്ടോ. എനിക്ക് അഞ്ജുവിനൊക്കെ നല്ല താഴ്ചയുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് കുഴപ്പമില്ല, ഇവർക്ക് അത്യാവശ്യം പൊങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ള ആഴം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നമ്മൾ ഓരോരുത്തരായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ആദ്യം അനൂപേട്ട ഇറങ്ങി, അനുചേട്ടൻ ഇറങ്ങുന്നു, പുറകെ അഞ്ചു ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഇനി ജിബിൻ ചേട്ടനും സോചേട്ടനൊക്കെ ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. ഓ പാവ, അതിനെ നനച്ച് കുളിപ്പിച്ച് ഈ മുള്ളംകൊല്ലി വിട്ടൊന്നും പോകരുത്.
ഐസല്ലേ അപ്പോൾ എല്ലാവരും ഇറങ്ങി. ഇനി ഞാൻ ഇറങ്ങാനായിട്ട് പോവാണ്. സോച്ചാനെ ഇതേ പിടിച്ചൊക്കെ ഇറക്കുവാണ്. ഭയങ്കര ആ ഇറങ്ങുന്ന സ്പോട്ടിൽ ഇച്ചിരി താഴ്ചയുണ്ട്. ഇങ്ങോട്ടേക്ക് ആ സെറ്റ് സൂപ്പർ. അടുത്തതായി ഗൈസ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് വെള്ളപ്പന്നി, വെള്ളത്തിലുള്ള പന്നി. അതാണ് വെള്ളപ്പന്നി. മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിക്കല്ലടാ. മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിക്കല്ലേ. അടുത്തത് പച്ചിലപ്പാമ്പ് പോകുന്നുണ്ടോ? പച്ചിലപ്പാമ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട് 1 വർഷത്തിലുള്ള കുളിയാണെന്ന് തോന്നുന്നു. ഗായ്സ് പച്ചിലപ്പാമ്പിനെ കാണണമെങ്കിൽ കണ്ട. അങ്ങനെ ഞങ്ങൾ ഇവിടോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ജ്യൂസൊക്കെ ഞങ്ങൾ കുടിച്ചായിരുന്നു കേട്ടോ. ട്രോപ്പിക്കാനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. എന്തൊരു തണുപ്പായിരുന്നു. പക്ഷേ ഇതിൽ ഇറങ്ങുന്നവരെയുള്ള തണുപ്പേ ഉള്ളൂ. ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തൊരു സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇതിനകത്തിരുന്ന് പിന്നെ കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഫോൺ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുള്ള് കളിയൊക്കെ ആയിരുന്നു. ഏകദേശം ഒരു 4 മണിക്കൂറോളം ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ആയിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, രക്ഷയില്ലായിരുന്നു. അപ്പൊ നമ്മളെ പൊന്മുടിയിലാണ് ഞാൻ മുങ്ങാനായിട്ട് പോവാണ്. എൻ്റെ വിചാരം ഞാനൊരു 5 സെക്കൻഡെങ്കിലും മുങ്ങുന്നുണ്ടെന്നാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് 1 സെക്കൻഡ് പോലും ഞാൻ മുങ്ങിയിട്ടില്ല. മുങ്ങി അപ്പം തന്നെ ഞാൻ പൊങ്ങി. എൻ്റെ വിചാരം ഞാൻ കുറച്ച് നേരം കൂടുതൽ മുങ്ങിയിരിക്കുകയാണെന്നാണ്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. കുറച്ച് നേരം ഞങ്ങൾ വീണ്ടും കളിയൊക്കെ കളിച്ചു. ഇങ്ങനെ തൊട്ട് കളിച്ചു. അപ്പോൾ ആ സമയത്ത് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലായതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതിനുശേഷം ഞങ്ങളിങ്ങനെ കല്ലൊക്കെ വെച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഞാനാണ് കയറിയത്. അതിനുശേഷം പുറകിലേക്ക് എല്ലാവരും കയറി വരികയാണ് കേട്ടോ. ഇവിടെ നമ്മൾ മാത്രമല്ല, അവിടെ വേറൊരു ഫാമിലി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നോർമലി അല്ലാതെ വന്ന ഫാമിലിയാന്ന് തോന്നുന്നു. അപ്പം എന്താ ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഇനി പോയിട്ട് ഡ്രസ്സ് മാറാം. ഭയങ്കര തണുപ്പ്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല തണുപ്പുണ്ട്. പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അപ്പോഴത്തേക്ക് നമുക്കിനി കാണാം. ഓക്കെ, അപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു. ഫ്രഷായി ഞാൻ വന്നിരുന്നു. അപ്പോൾ നമുക്ക് കാർഡ് കളിക്കണമായിരുന്നു. അങ്ങനെ കാർഡ് മേടിക്കാൻ പോയ സമയത്ത് അവർ ഫുഡും കൂടി വാങ്ങിയിട്ട് വന്നു. സോച്ചേട്ടനും അനൂപേട്ടനും അനുചേട്ടനും കൂടിയാണ് ഫുഡ് മേടിക്കാനായിട്ട് പോയത്. അങ്ങനെ ഞാനും അഞ്ചും ജിബിചേട്ടനും കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാട്ടൊക്കെ ഇട്ട്. അപ്പം എല്ലാവരും ഭയങ്കര ക്ഷീണമായിട്ട് ടയേർഡായിട്ട് ഇരിക്കുകയാണ്. കാരണം കല്ലാറെന്ന് പറയുന്ന പോലെ തന്നെ ഫുൾ കല്ല്. ആ കല്ലൊക്കെ കാലിൽ കൊണ്ടിട്ട് ഭയങ്കര വേദന. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല
എന്താ പറയുക ഒഴുക്കുള്ള വെള്ളമായിരുന്നു. പക്ഷെ വലിയ താഴ്ചയൊന്നുമില്ല. ഇപ്പം വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വെള്ളമില്ല. നമുക്ക് ഇത്ര ഭാഗത്തൊക്കെ വെള്ളം വരും. പിന്നെ ചില സ്പോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അഞ്ജുവിനൊക്കെ കുറച്ച് താഴ്ച ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഫുഡൊക്കെ എടുത്തോണ്ടിരിക്കുക, ഫുഡ് കഴിക്കാനായിട്ട്. ഫുഡ് ഇപ്പം കഴിക്കൂല, എടുത്തിട്ട് അങ്ങോട്ട് ഒരു കാർഡൊക്കെ കളിച്ചിട്ട് ഫുഡ് കഴിക്കുള്ളൂ. അപ്പം ഇനി നമ്മളിതാ ഇവിടെ ബെഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാവർക്കും കൂടി താഴെ ഇരിക്കാന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സൈഡിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ ഇതാ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മേളിലത്തെ വ്യൂ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ദേ താഴോട്ട് ഇറങ്ങി. ഇനി നമുക്ക് കാർഡ് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കാർഡ് കളിക്കാനായിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ കാർഡ് കളിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെ ദേ എല്ലാവരും കൂടി ചേർന്ന് കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റത്തെ കളിയിൽ ഞാൻ തന്നെയായിരുന്നു കേട്ടോ കഴുത. ഇന്നലെ നമ്മൾ കാർഡൊക്കെ കളിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഉറക്കവും പിന്നെ അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിപ്പോയി. അങ്ങനെ മേലിൽ കിടക്കുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ മേലിൽ കിടന്നില്ല, ഞങ്ങളിവിടെ താഴെ തന്നെ കിടന്നു. അപ്പോൾ എല്ലാവരും നേരത്തെ എണീറ്റു. 5 മണിക്കൊക്കെ എണീറ്റവരുണ്ട്, 5 മണി 6 മണി അങ്ങനെ ഓരോ സമയം കണക്കാക്കി എണീറ്റു. ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എണീറ്റു, ബ്രഷൊക്കെ ചെയ്യാനായിട്ട് പോയേക്കാണ്, ഫ്രഷ് ആവാനായിട്ട് പോയേക്കാണ്. അപ്പോൾ ഇവരെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്, ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞങ്ങൾ ഇന്നലെ വാങ്ങിയ ഫുഡിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് രാവിലെ അത് ചൂടാക്കി കഴിച്ചു. പിന്നെ ബ്രെഡ്, മുട്ട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ രാവിലെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും 6 പോയേക്കുവാണ്. അപ്പോൾ ഞാനാണ് ലാസ്റ്റ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇനി വേണം എനിക്ക് പോകാനായിട്ട്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, ഭയങ്കര തണുപ്പ്, എനിക്ക് ഓവർ തണുപ്പ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങണില്ല, അവരെല്ലാവരും ഇറങ്ങി. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് എല്ലാവരും പോയി. ഇപ്പം എല്ലാ റൂമെല്ലാം അലമ്പായി. ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം ബെഡിലൊക്കെ ഇട്ടേക്കാം. അങ്ങനെ റൂമൊക്കെ അലമ്പായി കിടക്കാം. പക്ഷെ എന്താ പറയുക, ഇവിടുത്തെ ഈ ഒരു റിസോർട്ട് പൊന്മുടി, ഇതൊരു വിതുര സൈഡിൽ വരുന്നൊരു റിസോർട്ടാണിത്. അടിപൊളിയായിരുന്നു ഇവിടുത്തെ സ്റ്റേ ആണെങ്കിലും. ഈ പറഞ്ഞ പോലെ തന്നെ AC, TV അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പൂളില്ല, പ്രൈവറ്റ് പൂളോ അല്ലെങ്കിൽ അങ്ങനത്തെ പൂളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അടിച്ച് പൊളിക്കാം. സൂപ്പറാണ്. പിന്നെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും കൂടി അവർക്ക് വെക്കാമായിരുന്നു. എന്തെങ്കിലും ക്യാരംസോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമായിരുന്നു. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ആ ഒരു ഇത് മാത്രമേ എനിക്കൊരു ഇതായിട്ട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കാർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. പിന്നെ പോയിട്ട് കാർഡൊക്കെ മേടിച്ചു. ഇവിടെ വന്നതിന് ശേഷം രണ്ടാമത് പോയാണ് കാർഡൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ ചീട്ട് കളിച്ചു. അങ്ങനെ അപ്പം മൈക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, മറ്റേ പാർട്ടി സ്പീക്കറിൻ്റെ എല്ലാം ഓഫ് ചെയ്ത് ഊരിയൊക്കെ വെച്ചേക്കുക. പിന്നെ ഇന്നലത്തെ രാത്രിയിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി എല്ലാവരും കളിയും ബഹളമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം വേണമെങ്കിൽ ഞാൻ ഈ റൂമിൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചായിരുന്നു. നമ്മൾ വന്ന സമയത്തതും ഇപ്പോഴത്തേക്കും കൂടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചായിരുന്നേ. അലമ്പെന്ന് പറഞ്ഞാൽ ഫുള്ള്. ഇത് രാവിലെ ഞങ്ങൾ കട്ടൻ ചായ ഇട്ടതാട്ടോ, കട്ടൻ ചായ ഫുള്ള്. ഡ്രസ്സ് ഇവിടെ ഡ്രസ്സ് അവിടെ ഡ്രസ്സ്. പിന്നെ മേളിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് നന്നായിട്ടിരിക്കണം തോന്നുന്നു. ഈ ഒരു ഇത് ഭയങ്കര ഒരു ടഫാണ് കേട്ടോ കയറാൻ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ എല്ലാവരും കളിച്ചോണ്ടിരിക്കുന്നു. ഇങ്ങനെ എന്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അവിടെ വെള്ളം അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഉണ്ട്. നമുക്കിനി പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ടൊന്നും പോയി കാണിച്ചില്ല.
അപ്പം അവിടെ എങ്ങനെ ഇരിക്കുന്ന ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ നോക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് അവരുടെ അടുത്തോട്ട് പോവാം. ഓക്കെ, അപ്പം നമുക്കിനി താഴോട്ട് പോവാം. അപ്പം ഇവിടെ ലൈറ്റ് കിടപ്പുണ്ടെന്ന് ഓഫ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നമുക്കും കൂടെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. നമ്മളിതാ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കൂടാരം. ഇവിടെ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ എല്ലാവരും വെള്ളത്തിലാണ്, വെള്ളത്തിൽ കിടന്ന് ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത് എങ്ങനെയോ കണ്ടു. അപ്പോൾ ഇതാണ് കേട്ടോ മേളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ. അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ കാണാനായിട്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അവരുടെ അടുത്തോട്ട് പോവാം. ഇവിടെ നിന്ന് അവരെ കണ്ടു, എന്നെ വിളിക്കുന്നുണ്ട്. അവർ കുറച്ചല്ല, നല്ല ക്യാമറ ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ്. ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ ഓക്കെ, വീഡിയോ എടുക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും. അപ്പം ഈ ഒരു വഴി കൊണ്ട് പോവാൻ നമുക്ക് അങ്ങോട്ട് പോവാം. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഓര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒട്ടിച്ച് കളയും ഈ ദശമൂലൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? ഇങ്ങോട്ട് തന്നെ എന്റെ ശിവനെ കൊമ്പൊടിയല്ലേ. വിജൃംഭിച്ചുപോയി. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട. അങ്ങനെ വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മേലിലോട്ട് കയറി വരാണ്. എനിക്ക് അവിടെ ഇരുന്നിരുന്നിട്ട് ഇവരുടെ കളിയൊക്കെ കണ്ട് ഉറക്കം വരുന്നു. അപ്പോൾ നമുക്കിനി മേലിലോട്ട് പോവാം. മോനാ കല്യാണ ചെക്കനാ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വീട്ടിലോട്ട് പോവാണ്. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. നമ്മളെല്ലാവരും ഭയങ്കര ടയേർഡാണ്. വന്നപ്പോൾ എന്തൊരു അടിപൊളിയായിരുന്നു. വന്നപ്പോൾ ഉള്ള ഊർജിതൊന്നും ഇല്ല പോകുമ്പം. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ റിസോർട്ടിന് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ അനുചേട്ടനും അനൂപേട്ടനൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. പുറകിനെ തന്നെ ജിബിൻ ചേട്ടനും അഞ്ചും വണ്ടിയിൽ കയറാൻ പോവാണ്. അപ്പോൾ ഇതേ എല്ലാവരും പോവാണ്. 2 ദിവസം പോയതേ അറിഞ്ഞില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇതാ അവർ പോവാണ്. അപ്പോൾ എല്ലാവരും പോവാണ്. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ട്രിപ്പെല്ലാം കഴിഞ്ഞ് എല്ലാവരും എത്തി, എല്ലാവരും പോയി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.